ഒരു സമയമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തോ ഒരു വീറും വാശിയുമായിരുന്നു. ഒരാളുടെ പ്രസംഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോകും, തീർച്ചയായിട്ടും പോയെന്ന് കേൾക്കും. അതിൻ്റെ അകത്ത് കവിത വരുന്നുണ്ട്, അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പറയേണ്ട ഒരു രീതിയുണ്ട്, അനുവാചകരിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് കഥയുണ്ട്, കവിതയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒന്ന് ഒരുപാട് സ്നേഹത്തോടുകൂടി പ്രിയമോടെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, പ്രിയപ്പെട്ട റജി ചേട്ടൻ. ഇന്ന് അതെല്ലാം മാറി ഞങ്ങളുടെ രജിസ്ട്രാറാണ്. അപ്പൊ ആ പ്രിയപ്പെട്ട റജി ചേട്ടനോട് ഇഷ്ടമല്ല, റജി ചേട്ടൻ തന്നെ വിളിക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ എപ്പോഴും ഓടിപ്പോയി നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ബാബുരാജ് സാറ് പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷൈജു സാർ ഞാൻ ഒരുമിച്ച് പറഞ്ഞ കാര്യമുണ്ട്, പറ്റുവാണെങ്കിൽ നമുക്ക് റജി സാറിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യേണ്ട അങ്ങനെയായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇത് കിട്ടണം, കാരണം എല്ലാ ബാച്ചിലും നമുക്കത് കിട്ടുന്നുണ്ട്. അതിലുപരി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, MSW അല്ലെങ്കിൽ അതിനു മുമ്പ് IUCDS. പലപ്പോഴും ഇടയ്ക്ക് ഞാൻ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു, ബാബുരാജ് സാറിനെ തിരക്കായിരുന്നു, എന്തുകൊണ്ട് ബാബുരാജ് സാറിന് വിശേഷം. അതുപോലെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സാറ്. MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. നമുക്ക് ഈ IUCDS ഇങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബാബുരാജ് സാറിനാണെങ്കിൽ എപ്പോഴും ഒരു കൂടപ്പിറപ്പിനെ പോലെ ചേർന്ന് നിൽക്കുന്ന ആളാണ്. അതിലുപരി എന്താ പറയുന്നത്, ഒരു പ്രാസംഗികനാണ്, അല്ലെങ്കിൽ നമ്മളുടെ മനമറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും അവിടെ നിന്ന് കേൾക്കാറുണ്ട്. എപ്പോഴും റൈസാറിന്റെ ഇങ്ങനെ സെഷൻ വരുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് പോയി അവിടെ ഇരിക്കാറുണ്ട്. പഴയ ഒരു കൊതിയാണ് എപ്പോഴും ഇത് കേൾക്കാനായിട്ട്. കേട്ടാൽ തീർന്നു പോകുന്നില്ല. പറഞ്ഞായിരുന്നു ബാബുരാജ് സാർ ചോദിച്ചു ഇപ്പോഴും നിർത്തുമോ, ഞാൻ പറഞ്ഞില്ല നിർത്തില്ല, തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് തോന്നുന്നു